മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും ഉണ്ടാവട്ടെ. ഭക്തരെ, നിങ്ങളുടെ സമയം പരിമിതമാണ്. ആയതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്. മറ്റുള്ളവരുടെ ചിന്തകളിൽ അകപ്പെട്ട് അതിൻ്റെ പരിണിതഫലങ്ങളുമായി ജീവിക്കരുത്. ഒരാൾ കഠിനമായ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അയാളുടെ ഒപ്പം നിൽക്കുക. ഒന്നും പറയരുത്, ഒന്നും ഉപദേശിക്കരുത്. നിങ്ങളുടെ സാന്നിധ്യമാണ് പ്രധാനം. ആരെയും അവരുടെ ഭൂതകാലമനുസരിച്ച് വിലയിരുത്തരുത്. ആളുകൾ ജീവിതം പഠിക്കുന്നു, ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു, മുന്നോട്ടു പോകുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷത്തേക്കാൾ മൂല്യമേറിയ ഒരു വസ്തുവും ഈ ലോകത്തിലില്ല. അതുപോലെ തന്നെ മനസ്സമാധാനം നശിപ്പിക്കുന്ന ഒരു ബന്ധവും നിങ്ങൾക്ക് വിലപ്പെട്ടതല്ല. പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന തോന്നലാണ് ഏതൊരു ബന്ധത്തിനെയും മനോഹരമാക്കുന്നത്. അപവാദങ്ങളെ ഒരിക്കലും ഭയക്കരുത്. നിങ്ങളെ അതുകൊണ്ടൊന്നും തകർക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാകുമ്പോൾ ഇറങ്ങിത്തിരിച്ചവർ നിശബ്ദരാകും. സ്വയം തോൽക്കാതിരുന്നാൽ മാത്രം മതി. തെറ്റുകൾ ക്ഷമിക്കാൻ എളുപ്പമാണ്, എന്നാൽ തകർന്ന വിശ്വാസം സ്ഥാപിക്കാൻ പ്രയാസകരമാണ്. നിങ്ങൾ ധനികനോ കുലീനനോ കഴിവുള്ളവനോ വിദ്യാസമ്പന്നനോ ആരുമായിക്കൊള്ളട്ടെ, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നത് അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾക്കുള്ളിലെ വ്യക്തി രൂപപ്പെടുന്നത്. ജീവിതത്തിൽ ആരെയും സ്നേഹം കൊടുത്തു മാത്രം ചതിക്കരുത്. പണത്തിനു മുകളിൽ വിലയുള്ള പലതുമുണ്ട് ഈ ലോകത്തിൽ. ഒരിക്കൽ നഷ്ടമായാൽ പിന്നീട് ഒരിക്കലും കിട്ടാത്ത പലതും. മറ്റാരെയും വേദനിപ്പിച്ചുകൊണ്ടാവരുത് നിങ്ങളുടെ സന്തോഷവും സുഖവും കണ്ടെത്താൻ. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് അധികകാലം നിലനിൽക്കില്ല. തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കുന്നതിൽ അഭിമാനം നഷ്ടപ്പെടില്ല. പകരം നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഭക്തരെല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.